കൂടി ഈ വിഷയം ഞാനും എന്നെ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണിയൊക്കെ സംസാരിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിനോട് മാത്രം, വേറെ ആരോടും സംസാരിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം പരിഗണിക്കുമെന്നാണ് പറഞ്ഞത്. എനിക്ക് സീറ്റ് തരാമെന്നല്ല പറഞ്ഞത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പരിഗണിക്കും എന്നാണ് പറഞ്ഞത്. പരിഗണിക്കുമെന്നത് പിന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പരിഗണിക്കുന്നുണ്ട്, സജീവ പരിഗണനയിലാണ് എന്ന വാർത്തകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വൈക്കത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിൽ നടത്താൻ കരുതുന്നത്? വൈക്കത്ത് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി ജയിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം. എനിക്കതിനകത്ത് വ്യക്തിപരമായി എന്തെങ്കിലും എതിർപ്പോ ഒന്നും തന്നെയില്ല. രാഷ്ട്രീയമാണ്, കിട്ടാം കിട്ടാതിരിക്കാം, ഈ പോസിബിലിറ്റി എപ്പോഴുമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്തുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്മെൻറ്റുകൾ, ഇതിങ്ങനെ കിട്ടാതെ പോകുന്നൊരു സംഗതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ഏറ്റവും അവസാനം എൻ്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വന്നെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാനങ്ങോട്ട് പോയി ഏതെങ്കിലും നേതാവിനെ കണ്ട് സംഘടിപ്പിച്ചെടുത്ത സ്ഥാനാർത്ഥിത്വമൊന്നുമല്ല. അങ്ങനെ കാര്യം ഇതിനകത്തൊന്നും നടന്നിട്ടില്ല. വളരെ ഔദ്യോഗികമായി നേരിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തിയ കാര്യം. അവർക്കത് പാലിക്കാൻ പറ്റിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലാതെ എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, അത് വലിയ കുഴപ്പമായിപ്പോയി എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ബാക്കിയുള്ള കാര്യമൊക്കെ കോൺഗ്രസും UDF-ഉം പറയേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട് തന്നില്ല, അല്ലെ എന്തുകൊണ്ട് നിഷേധിച്ചില്ല. ആദ്യം തന്നെ ഇതൊരു വാർത്തയായി വന്നപ്പോഴേ ഇവർക്ക് നിഷേധിക്കാം. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പരിഗണിച്ചിട്ടുമില്ല. ഈ വാർത്തയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നവർക്ക് പറയാം, പറയാതെയും ഇരിക്കാം. അവർ രണ്ടാമത്തെ കാര്യമാണ് ഓപ്റ്റ് ചെയ്തത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ താങ്കൾക്ക് ഔദ്യോഗികമായി ഉറപ്പ് നൽകിയതാരായിരുന്നു? അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഔദ്യോഗികമായി ഉറപ്പ് നൽകിയത് ചർച്ച നടന്നപ്പോൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ആരായിരുന്നു? കോൺഗ്രസിന്റെ നേതാവ് ആരായിരുന്നു? കൂടി ഈ വിഷയം ഞാനും എന്നെ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണിയൊക്കെ സംസാരിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിനോട് മാത്രം, വേറെ ആരോടും സംസാരിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം പരിഗണിക്കുമെന്നാണ് പറഞ്ഞത്. എനിക്ക് സീറ്റ് തരാമെന്നല്ല പറഞ്ഞത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പരിഗണിക്കും എന്നാണ് പറഞ്ഞത്. പരിഗണിക്കുമെന്നത് പിന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പരിഗണിക്കുന്നുണ്ട്, സജീവ പരിഗണനയിലാണ് എന്ന വാർത്തകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആദ്യം അദ്ദേഹം പരിഗണനയ്ക്ക് എടുത്തെങ്കിലും അവസാന യുദ്ധത്തിൽ അദ്ദേഹത്തിന് നമ്മളുടെ സ്ഥാനാർത്ഥിത്വം മാറ്റേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് VD സതീശനോട് പ്രത്യേകിച്ച് യാതൊരു വിരോധവും, എനിക്ക് സ്ഥാനാർത്ഥിത്വം തന്നില്ല, എന്നെ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ള യാതൊരു പരാതി എനിക്കില്ല. പരാതിപ്പെടേണ്ട കാര്യം പൊളിറ്റിക്സിൽ ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെന്നാണ്? രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടോ? രാഷ്ട്രീയമായ കാരണങ്ങൾ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരിക്കാനുണ്ടോ? രാഷ്ട്രീയമായി നിരവധി സാഹചര്യങ്ങളുണ്ട്. കോൺഗ്രസ് അതെങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പ്രൈമറി ആയിട്ട് മനസ്സിലാക്കിയൊരു കാര്യം, സ്ഥാനാർത്ഥിത്വം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വന്നപ്പോൾ ആദ്യം രംഗത്ത് വന്നത് സംഘപരിവാർ ശക്തികളാണ്. അവരെ മറികടന്ന് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ. വേറെ വലിയ രാഷ്ട്രീയമൊന്നും വിശദീകരിക്കണ്ട. അവരെ മറികടന്ന് പോകാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതായിരിക്കാം കാരണം. അവരെങ്ങനെയാണ് അതിനെ കാണുന്നതെന്നറിയില്ല. ഞാനും എൻ്റെ സംഘടനയും എന്നെ പരസ്യമായിട്ട് പിന്തുണച്ച CSDS അടക്കമുള്ള സംഘടനകളും ഒക്കെ കൂടിയാലോചിച്ച് അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഒരു അഭിപ്രായം കേരളത്തോട് പറയും. ഈ സംഘടനകളുടെ കൂടിയാലോചിച്ച ശേഷം നിലപാട് വ്യക്തമാക്കുന്നത് പത്രസമ്മേളനമായി വിളിക്കുക, അങ്ങനെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും? അത് ഞാനങ്ങനെയാണ് പറഞ്ഞത്. കൂട്ടട്ടെ, അവർ കൂടി തീരുമാനിക്കട്ടെ. നമ്മൾ ഇമാജിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. അവർ കൂടിക്കഴിയുമ്പോൾ കേരളത്തോടൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ നടത്തും. അതാണ് എൻ്റെയും തീരുമാനം.